ഏവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഓശാന തിരുനാളുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ സമകാലീന സംഭവങ്ങളുമായി കൂട്ടി വായിക്കാവുന്നതാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കാലമാണ്. നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് കൊടിതോരണങ്ങളും ഫ്ലെക്സുകളും കവലപ്രസംഗങ്ങളും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയും നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈശോ ജെറുസലേമിലേക്ക് ഒരു റോഡ് ഷോ നടത്തുകയാണ്. കഴുതപ്പുറത്ത് വിനയാനിതനായി കുരുത്തോല ജൈവിളികൾ ഒലിവിൻ ചില്ലകൾ വീശി ഈശോ റോഡ് ഷോ നടത്തി ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റൊന്ന്, പല സ്ഥലങ്ങളിലും ഇന്ന് യുദ്ധഭീതിയിലാണ്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ലോകത്തിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു രാജാവായിരുന്നിട്ട് പോലും കുതിരപ്പുറത്ത് യാത്ര ചെയ്യാതെ കഴുതപ്പുറത്തേറി ഒരു സമാധാനത്തിൻ്റെ വക്താവായി, സമാധാനത്തിൻ്റെ രാജാവായി ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് കഴുതപ്പുറത്ത് ഈശോ യാത്ര ചെയ്തു എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും സമാധാനത്തിൻ്റെ വക്താക്കളാകാൻ ആളുകൾ ഇല്ലാതാകുന്ന അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ, ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ എപ്പോഴും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മക്കളാം, ക്രിസ്തുവിൻ്റെ ശിഷ്യരുമായി തീരുന്നത്. പലപ്പോഴും ചില സമൂഹങ്ങളിൽ, ചില ഇടങ്ങളിൽ, കുടുംബങ്ങളിൽ നമ്മുടെ ചില വാക്കുകളോ പ്രവൃത്തികളോ ചിന്തകളോ ആ കുടുംബത്തിൽ, ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെടുത്തുന്നത് നമ്മളെപ്പോഴും കാണുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ അവരുടെ സാന്നിധ്യം തന്നെ ആ സമൂഹങ്ങളിൽ കൂടുതൽ സമാധാനത്തിന് കാരണവുമായി തീരുന്നുണ്ട്. നമ്മളെപ്പോഴും ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ സമാധാനത്തിൻ്റെ വക്താക്കളായി തീരാനാണ് പരിശ്രമിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ യുദ്ധങ്ങൾ തുടങ്ങുന്നില്ല, അല്ലെങ്കിൽ മിസൈലോ ബോംബോ വർഷിക്കുന്നില്ല എന്ന് പറയുമെങ്കിലും നമ്മുടെ ചില വാക്കുകൾ ഇത്തരത്തിലുള്ള പരിണിത ഫലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ലവ് ബോംബ് എന്നൊരു പ്രയോഗമുണ്ട്. നമ്മളൊരു ബോംബ് ഇടുകയാണെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ബോംബായിരിക്കണം. അത് പൊട്ടിത്തെറിക്കുന്നിടത്തെല്ലാവർക്കും സ്നേഹം സമൃദ്ധിയായി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ സ്നേഹത്തിൻ്റെ യുദ്ധങ്ങൾ നമുക്ക് തുടങ്ങി വയ്ക്കാം. അല്ലാതെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും യുദ്ധങ്ങൾ നമ്മളായിട്ട് തുടങ്ങി വെക്കരുത്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം സമാധാനത്തിൻ്റെ വക്താക്കളായി തീരാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ ഓശാന തിരുനാൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാകുന്നത്. സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തുവിനെ അനുസ്മരിക്കുമ്പോൾ, കഴുതപ്പുറത്തേറി വന്ന ക്രിസ്തുവിനെ നമ്മൾ ഓർക്കുമ്പോൾ, നമ്മളും സമാധാനത്തിൻ്റെ വക്താക്കളായി നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇടവകയിലും സമാധാനത്തിൻ്റെ വക്താക്കളായി തീരുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.